ഹായ് ഓൾ, വെൽക്കം ടു എൻ ബി ലൈഫ് സ്റ്റൈൽ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും ജീവിതത്തിൽ പലരെയും പലപ്പോഴും ആയിട്ട് ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങളെപ്പോഴാണ് നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിച്ചത് എപ്പോഴാണ്? തിരക്കിനിടയിൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നു പോകുന്നുണ്ടല്ലേ? ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ സ്വയം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ സ്വപ്നങ്ങളും സന്തോഷവും ആത്മവിശ്വാസവും എല്ലാം പിന്നിലേക്ക് പോകുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും സ്വയം ഒന്ന് വിലമതിക്കാനും ഒക്കെ നമുക്ക് ശ്രമിച്ചാലോ? ഞാനൊരു ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. 30 ദിവസത്തേക്കുള്ള സെൽഫ് കെയർ. ആ കെയറിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിലും ഇത് പകർത്താം. നിങ്ങൾക്കും സന്തോഷവും സമാധാനവും ഉള്ളൊരു അടിപൊളി ദിവസം നമുക്ക് ഓരോ ദിവസവും ആക്കിയെടുക്കാം. ഓരോ ദിവസവും ചലഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു 1 തൊട്ട് 5 വരെയുള്ള ദിവസത്തെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. വേറെ ഒന്നുമല്ല, നമ്മളൊരു കാര്യം ഓർത്താൽ മതി. നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷമായിട്ടിരിക്കത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ എത്രത്തോളം കെയർ ചെയ്യുന്നെന്ന് പറഞ്ഞാലും നമ്മളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കേസ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളെ വീട്ടിലെപ്പോഴും തളർന്ന് കുത്തിയിരിക്കുന്നത്, എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വയം നമുക്ക് ഒരു തൃപ്തിയില്ലായ്മ വരും. നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു ചിന്ത തന്നെ വരും. ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മൾ ഇതൊക്കെ എത്രത്തോളം കിടന്ന് ഞാൻ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് എന്നോടൊരു സ്നേഹമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. എന്നാലല്ലേ മറ്റുള്ളവർ സ്നേഹിക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന വീട്ടിലെ അമ്മമാരുള്ള വീട്ടിലെ അല്ലെ അച്ഛന്മാരുള്ള വീട്ടിലെ കുട്ടികളും അതുപോലെ തന്നെ ആയിരിക്കും, ആക്റ്റീവായിരിക്കും എപ്പോഴും. അതേസമയം ഒരു 10 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ആ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും പലപ്പോഴും പേരൻസ് ശ്രദ്ധിച്ചറിയാം, എന്താണോ പേരൻസ് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും കുട്ടികളും ഒരു കോപ്പി പോലെ ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കണ്ടാണ് പഠിച്ച് വളരുന്നത്. അല്ലെ അവർക്കറിയില്ല എന്താണ് പറയേണ്ടത് അല്ലെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. നമ്മളെയാണ് അവർ കണ്ട് വളർന്നു വരുന്നത്. അപ്പം നമ്മൾ നമുക്കായിട്ടുള്ള രീതിയിലൊരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അതേപോലെ അവർക്കൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരും. അവർക്കും നമ്മൾ ആദ്യം ഒന്ന് എന്ത് ചെയ്ത് നോക്കും, നമ്മളെ ഒന്ന് കെയർ ചെയ്ത് നോക്കും. നമ്മൾ പലപ്പോഴും പലരും, എൻ്റെ ഒരു കാര്യം തന്നെ, ഞാൻ നേരത്തെ എന്താണ് മുടി മര്യാദയ്ക്ക് കെട്ടത്തില്ല, പൗഡർ ഇടത്തില്ല, അല്ലെങ്കിൽ ഒരുങ്ങത്തില്ല. എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊന്ന് വലിച്ചു വാരി ഒരു ക്ലിപ്പ് കുത്തി ഇറങ്ങും. കൈ കിട്ടുന്ന ഏതെങ്കിലും ഒരു ചുരിദാർ എടുത്തിട്ടായിരിക്കും പുറത്തേക്കൊന്ന് പോകുന്നത്. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അതുപോലെ ഒരു സ്കിൻ കെയറോ ഒരു ഹെയർ കെയറോ ഒരു മാനിക്യൂർ പെഡിക്യൂർ ഇങ്ങനെയുള്ള ഒന്നും എനിക്ക് അറിയത്തുമില്ല, ഞാൻ ചെയ്യത്തുമില്ലായിരുന്നു. ഇപ്പോഴും ഞാനിതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ബ്യൂട്ടി പാർലറിൽ പോകും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് മുടിക്ക് വളരാൻ ആവശ്യമായ കാര്യങ്ങൾ, മുടിക്ക് ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഹസ്ബൻഡിനോട് ഞാൻ പറയും, എനിക്കിതേ ഈ സാധനം വേണം, പിന്നെ അത് മേടിച്ചു തരും. അതുപോലെ എനിക്കിതേ രാത്രി ഈ ഫുഡ് മതി, അത് ഞാൻ ഉണ്ടാക്കി തിന്നോളാം, അത് നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്ത് നമ്മൾ തിന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ കുറച്ച് കെയർ ചെയ്ത് സ്നേഹിച്ചു നോക്ക്. നമ്മൾ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിയുന്നു, ബാക്കിയുള്ളത് നമ്മൾ കഴിക്കും. എന്നിട്ട് ഡയറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലേ വണ്ണം കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വീട്ടിലെല്ലാവരും ചപ്പാത്തി തിന്നും, ചോറ് ബാക്കിയാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചോറ് തിന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഷുഗർ കൂടുന്നു, വണ്ണം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്നെ ബാക്കി തിന്നാൻ പോകുന്നത്, നമ്മളും അതേ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യുക. ആ രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ നമുക്ക് തന്നെ ഒന്ന് കെയർ കൊടുത്ത് നോക്കി, അടിപൊളിയായിരിക്കും നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ ഒരു 5 ദിവസത്തെ ടിപ്സ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കണ്ടാൽ മതി. Day 1, സ്മൈൽ അറ്റ് യുവർ സെൽഫ്. കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. എന്നിട്ട് ഞാൻ വിലപ്പെട്ടവളാണെന്നും കൂടെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്ക്. Day 2, റൈറ്റ് 3 തിങ്സ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെപ്പറ്റിയുള്ള 3 കാര്യങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതുക. എന്നിട്ട് മനസ്സിൽ പറയുക, എനിക്ക് നിരവധി നല്ല ഗുണങ്ങളുണ്ട്. Day 3, മീ ടൈം. ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, ഞാൻ വളരെ പ്രധാനപ്പെട്ടവളാണ്, എൻ്റെ സന്തോഷം വളരെ പ്രധാനമാണ്. Day 4, ഗ്രാറ്റിറ്റ്യൂഡ് ഡേ. നിങ്ങൾക്ക് നന്ദിയുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ ഡയറിയിൽ എഴുതുക. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾക്ക് ഞാൻ വളരെയധികം നന്ദിയുള്ളവളാണെന്ന് അഫർമേഷൻ പറയുക. Day 5, ഡു സംതിങ് യു ലവ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. എന്നിട്ട് മനസ്സിൽ പറയുക, എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അർഹയാണ്. അത് മറ്റൊരാൾ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ബാഗ് വേണം. അത് ആരെങ്കിലും മേടിച്ചു തരും എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നല്ല നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തന്നെ അത് ഗിഫ്റ്റ് ചെയ്യുക. നിങ്ങളും സ്നേഹിക്കപ്പെടാൻ അർഹയാണ്. ആദ്യം ആ സ്നേഹം നിങ്ങളിൽ നിന്ന് തന്നെ ആകട്ടെ, എന്നിട്ടാകാം പരാതി പറയുന്നത്. അപ്പോൾ ഈ 5 ദിവസത്തെ ചലഞ്ച് നിങ്ങളെല്ലാവരും ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്ത വീഡിയോസും ഞാൻ ചാനലിൽ ഇട്ടിട്ടുള്ള മറ്റു വീഡിയോസൊക്കെ കാണണം. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.